ചില ആളുകൾ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എല്ലാവരും അവരെ ശ്രദ്ധിക്കും. അവരൊന്നും പറയാതിരുന്നാലും അവരുടെ സാന്നിധ്യം തന്നെ ശക്തമായി തോന്നും. അതാണ് ഓറ എനർജി. പണം, സൗന്ദര്യം, അധികാരം ഇതൊന്നുമല്ല അതിന്റെ കാരണം. മറിച്ച് അവരുടെ മനസ്സിന്റെ നിലയും ശരീരഭാവവും ചിന്തകളുടെ ദിശയുമാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന 8 മനഃശാസ്ത്ര വഴികൾ നിങ്ങൾ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ആളുകൾ നിങ്ങളെ കാണുന്ന രീതി, കേൾക്കുന്ന രീതി, അനുഭവിക്കുന്ന രീതി തന്നെ മാറും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഏത് സ്ഥലത്ത് നിന്നാണെന്ന് കമന്റിൽ എഴുതൂ. നിങ്ങളുടെ നാടറിയാൻ എനിക്ക് സന്തോഷമാകും. ഉള്ളിലെ വ്യക്തത. ഒരു മനുഷ്യന്റെ ഉള്ളിൽ വ്യക്തതയില്ലെങ്കിൽ അവന്റെ ചിന്തകളും പ്രവൃത്തികളും ഒരേ സമയം പല ദിശകളിലേക്ക് വലിക്കപ്പെടും. അതിന്റെ ഫലമായി അവന്റെ ഊർജം ചിതറിപ്പോകും. എന്തു വേണമെന്ന് വ്യക്തമായി അറിയാത്ത മനസ്സിന് ശാന്തതയുണ്ടാകില്ല. കാരണം ഓരോ തീരുമാനവും സംശയത്തോടെ ആയിരിക്കും. നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രാധാന്യം, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിൽ വ്യക്തത വരുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഊർജം ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നത്. ഈ വ്യക്തത പുറത്തു പറയേണ്ടതില്ല, പക്ഷേ അത് നിങ്ങളുടെ നടക്കലിലും ശരീരഭാവം നിശബ്ദതയിലും പോലും നിങ്ങളുടെ ശരീരഭാവം നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. തല താഴ്ത്തി ചുമലുകൾ മുന്നോട്ട് ചായച്ച് ഭാരം ചുമക്കുന്നവനെ പോലെ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശക്തമായ ഊർജം പുറത്തുവരില്ല. പുറം നേരെയാക്കി നെഞ്ചു തുറന്ന് ശ്വാസം ആഴത്തിലെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം സ്വാഭാവികമായി പുറത്തേക്ക് പ്രകടമാകും. നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ശരീരത്തിന് ഒരു ഉറച്ച നില നൽകാൻ പഠിക്കണം. കാരണം ശരീരത്തിൻ്റെ ഈ ചെറിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ നില മാറ്റുന്നു. ശരീരഭാവം മാറുമ്പോൾ ഉള്ളിലെ ഊർജവും പതുക്കെ ശക്തമാകുന്നു. നിശബ്ദതയുടെ ശക്തി. പലരും കരുതുന്നത് ശക്തി സംസാരത്തിലാണെന്നാണ്. പക്ഷേ യഥാർത്ഥ ശക്തി പലപ്പോഴും നിശബ്ദതയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. എല്ലായ്പ്പോഴും സംസാരിക്കുകയും എല്ലാറ്റിനും മറുപടി പറയുകയും ചെയ്യുന്ന ഒരാളുടെ വാക്കുകൾ പതുക്കെ വില കുറയാൻ തുടങ്ങും. എന്നാൽ ആവശ്യമായ സമയത്ത് മാത്രം സംസാരിക്കുകയും സംസാരിക്കേണ്ടതില്ലാത്ത സമയങ്ങളിൽ ശാന്തമായി ഇരിക്കാനും അറിയുന്ന ഒരാളുടെ ഓരോ വാക്കും ശ്രദ്ധിക്കപ്പെടും. നിശബ്ദത ഭയത്തിന്റെ അടയാളമല്ല, മറിച്ച് ആത്മനിയന്ത്രണത്തിന്റെ അടയാളമാണ്. നമ്മളെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടപ്പോഴും ഉടനെ പ്രതികരിക്കാതെ ഒരു നിമിഷം നിശബ്ദമായിരിക്കാൻ പഠിക്കുന്നത് വലിയ ശക്തിയാണ്. ആ ചെറിയ നിമിഷം നിങ്ങളെ തെറ്റായ വാക്കുകളിൽ നിന്ന്, അനാവശ്യ സംഘർഷങ്ങളിൽ നിന്ന്, പിന്നീടുള്ള പശ്ചാത്താപങ്ങളിൽ നിന്ന് രക്ഷിക്കും. നിശബ്ദത നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം നൽകും, ചിന്തകൾക്ക് വ്യക്തത നൽകും. അതിലൂടെ നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടുതൽ ശാന്തവും ഉറപ്പുള്ളതുമായി മാറും. ആളുകൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അധികം സംസാരിക്കാത്തതുകൊണ്ട് അവഗണിക്കില്ല, മറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് കാത്തിരിക്കും. ഈ കാത്തിരിപ്പ് തന്നെയാണ് നിങ്ങളുടെ സാന്നിധ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നത്. നിശബ്ദത പതുക്കെ ഒരു ശീലമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജം ചോർന്നു പോകാതെ സംരക്ഷിക്കപ്പെടും. നിങ്ങളുടെ വാക്കുകൾ കുറയുമ്പോൾ പോലും നിങ്ങളുടെ സ്വാധീനം കൂടുന്നതായി നിങ്ങൾ തന്നെ ഭാഷ. ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഉറപ്പും ഭയവും ഒരുപോലെ പുറത്തു കാണിക്കുന്ന ഏറ്റവും ശക്തമായ അവയവമാണ് കണ്ണുകൾ. നിങ്ങളൊന്നും സംസാരിക്കാതിരുന്നാലും നിങ്ങളുടെ കണ്ണുകളുടെ നോക്ക് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ നില മറ്റുള്ളവർക്ക് പറഞ്ഞുതരും. പേടിയോടെ ഇടയ്ക്കിടെ കണ്ണുമാറ്റുന്ന ശീലം നിങ്ങളുടെ ഉള്ളിലെ സംശയം പുറത്തു പ്രകടിപ്പിക്കുന്നതാണ്. അതേസമയം ശാന്തവും ഉറച്ചതുമായ നോക്ക് നിങ്ങളുടെ ഉള്ളിലെ സ്ഥിരതയും വ്യക്തതയും പുറത്തു കാണിക്കുന്നു. കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക എന്നത് ആധിപത്യം കാണിക്കാനുള്ള ശ്രമമല്ല, മറിച്ച് സത്യസന്ധതയുടെ അടയാളമാണ്. നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഒളിക്കുകയില്ല എന്ന സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്. ഇത് മറ്റുള്ളവർക്കും നിങ്ങളോട് വിശ്വാസം തോന്നാൻ സഹായിക്കും. കണ്ണുകളിലെ ഈ ഉറച്ചത്വം പതുക്കെ വളർത്തണം. ആദ്യം കുറച്ച് സെക്കൻഡ് നോക്കി പിന്നെ സ്വാഭാവികമായി മാറ്റുക, പിന്നെയും തിരികെ നോക്കുക എന്ന രീതിയിൽ അഭ്യസിച്ചാൽ ഇത് അഭിനയമല്ലാത്ത ഒരു ശീലമായി മാറും. നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമല്ല, കേൾക്കുമ്പോഴും കണ്ണുകളുടെ ഭാഷ ഉപയോഗിക്കണം. കാരണം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ശാന്തതയുണ്ടാകും. ഈ ശാന്തത തന്നെയാണ് നിങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നത്. സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ആളുകൾ നിങ്ങളോട് കൂടുതൽ തുറന്നു പറയാൻ തുടങ്ങുന്നുവെന്ന്. കാരണം നിങ്ങളുടെ കണ്ണുകളുടെ ഭാഷ അവർക്കൊരു സുരക്ഷിതത്വവും ഉറപ്പും നൽകുന്നു. ഒരു മനുഷ്യൻ ലോകത്തോട് എങ്ങനെ പെരുമാറപ്പെടുന്നു എന്നത് അവൻ തന്നെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ്. നിങ്ങൾ നിങ്ങളെ ചെറുതായി കാണുമ്പോൾ, നിങ്ങളുടെ സമയം വില കുറവാണെന്ന് വിശ്വസിക്കുമ്പോൾ, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വിലയില്ലെന്ന് തോന്നുമ്പോൾ ലോകവും നിങ്ങളോട് അതേ രീതിയിലാണ് പ്രതികരിക്കുന്നത്. സ്വയം വിലമതിക്കൽ അഹങ്കാരമല്ല, മറിച്ച് ആത്മബോധമാണ്.
എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ശീലം പതുക്കെ നിങ്ങളെ അകത്തുനിന്ന് ക്ഷയിപ്പിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളും അതിരുകളും അവഗണിക്കാൻ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ മനസ്സിന്റെ ശാന്തത ഇവയെല്ലാം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ തന്നെയാണ് ആദ്യം അംഗീകരിക്കേണ്ടത്. നിങ്ങൾ ഇല്ല എന്നു പറയേണ്ടിടത്ത് ശരി എന്നു പറഞ്ഞാൽ അത് പുറത്ത് ചെറിയ സമാധാനമുണ്ടാക്കും, പക്ഷേ ഉള്ളിൽ വലിയ അസന്തോഷം വളരും. സ്വയം വിലമതിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ വ്യക്തമാക്കാൻ പഠിക്കും. അതിലൂടെ മറ്റുള്ളവരും അവയെ ആദരിക്കാൻ തുടങ്ങും. ഈ ശീലം പതുക്കെ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ശക്തമാക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ഉറപ്പു നൽകും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഉറച്ചതും ആകർഷകവുമായ ഒന്നാക്കി മാറ്റും. സ്വയം വിലമതിക്കുന്ന ഒരാൾക്ക് അധികം സംസാരിക്കേണ്ടതില്ല. കാരണം അവന്റെ നിലപാട് തന്നെ അവന്റെ മൂല്യം ലോകത്തോട് പറയുന്നു. കുറയ്ക്കുക. പരാതി പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു സ്വാഭാവിക ശീലം പോലെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ അത് മനസ്സിനും ചുറ്റുമുള്ള അന്തരീക്ഷത്തിനും എത്രമാത്രം ഭാരമേറിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. എല്ലായ്പ്പോഴും ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചും മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ചും സാഹചര്യങ്ങളുടെ അനീതിയെക്കുറിച്ചും സംസാരിക്കുന്ന ഒരാളുടെ ചുറ്റും ശാന്തതയുണ്ടാകില്ല. പരാതികൾ ആവർത്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, മറിച്ച് അവ മനസ്സിൽ കൂടുതൽ വലുതായി വളരുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഒരേ പരാതികൾ തന്നെ ആവർത്തിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ അതിലേക്ക് തന്നെ കുടുങ്ങിപ്പോകുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഊർജവും അവിടെ തന്നെ നിശ്ചലമാകും. പരാതികൾ കുറയ്ക്കാൻ തുടങ്ങുന്നത് പ്രശ്നങ്ങളെ അവഗണിക്കുന്നതല്ല, മറിച്ച് അവയെ നേരിടാനുള്ള ധൈര്യം വളർത്തുന്നതാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുക, പക്ഷേ അതിനെ നിങ്ങളുടെ മുഴുവൻ തിരിച്ചറിയലാക്കരുത്. വാക്കുകളിൽ നിന്ന് പരാതികൾ കുറയുമ്പോൾ മനസ്സിൽ പരിഹാരങ്ങൾക്കുള്ള ഇടം തുറക്കും. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിലെ നിലയെ ശക്തിപ്പെടുത്തുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുന്നു എന്ന സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ വാക്കുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങും. ഈ തിരഞ്ഞെടുപ്പ് പതുക്കെ ഒരു ശീലമാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പോലും മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. പരാതികൾ കുറയുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഭാരം കുറഞ്ഞതും ശാന്തവുമായതുമാകും. ആളുകൾ നിങ്ങളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായി നിങ്ങൾ മാറും. അതിലൂടെ നിങ്ങളുടെ ഓറാ എനർജി സ്വാഭാവികമായി ഉയരും. കേൾക്കുന്ന ശീലം. ഈ ലോകത്ത് പലർക്കും സംസാരിക്കാനാണ് ആഗ്രഹം, പക്ഷേ ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറുള്ളവർ വളരെ കുറവാണ്. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ മാത്രമല്ല, അവന്റെ വികാരങ്ങളും അനുഭവങ്ങളും കൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അവൻ നിങ്ങളോട് സ്വാഭാവികമായി അടുത്തുവരും. ഇടയിൽ തടസ്സപ്പെടുത്താതെ, സ്വന്തം മറുപടി മനസ്സിൽ തയ്യാറാക്കാതെ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുന്നത് വലിയ ആത്മനിയന്ത്രണമാണ്. ഈ ശീലം നിങ്ങളെ ശാന്തനും ഉറപ്പുള്ളവനുമായി കാണിക്കുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാവവും കണ്ണുകളുടെ ഭാഷയും അതിനൊപ്പം സഹകരിക്കണം. കാരണം കേൾക്കുന്ന ഒരാളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരെ സുരക്ഷിതത്വം കേൾക്കാൻ സമയം നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ അഹങ്കാരത്തിനും ആവേശത്തിനും ഇടം കുറയ്ക്കുകയാണ്. അതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ഊർജം ശുദ്ധമാകുന്നു. ശ്രദ്ധയോടെ കേൾക്കുന്നവരെ ആളുകൾ ബഹുമാനിക്കും, കാരണം അവർ കേൾക്കപ്പെടുന്നുവെന്നവർക്ക് തോന്നും. ഈ ബഹുമാനം സമയം കഴിഞ്ഞപ്പോൾ വിശ്വാസമായി മാറും. വിശ്വാസം നിങ്ങളുടെ സാന്നിധ്യത്തെ കൂടുതൽ ശക്തമാക്കും. ഈ ശീലം പതുക്കെ വളർത്തിയാൽ നിങ്ങൾ അധികം സംസാരിക്കാതെ തന്നെ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരാളായി മാറും. അതിലൂടെ നിങ്ങളുടെ ഓറാ എനർജി ശാന്തമായും ഉറച്ചതായും ഉയരും. വികാര നിയന്ത്രണം. ഒരു മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ വികാരങ്ങളെ ഇല്ലാതാക്കുന്നതിലല്ല, മറിച്ച് അവയെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലാണ്. കോപം, അസൂയ, ഭയം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അവ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജം പതുക്കെ ക്ഷയിക്കും. ഒരു ചെറിയ വാക്ക് കേട്ടാൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന ശീലം, ഒരു സംഭവത്തിന് പിന്നാലെ ദിവസങ്ങളോളം മനസ്സു കലങ്ങുന്ന അവസ്ഥ, ഇതെല്ലാം നിങ്ങളുടെ ഊർജത്തെ പുറത്തേക്ക് ചോർന്നു പോകാൻ കാരണമാകുന്നു. വികാര നിയന്ത്രണമെന്നത് വികാരങ്ങളെ അടിച്ചമർത്തലല്ല, മറിച്ച് അവയെ തിരിച്ചറിയുകയും അവയ്ക്ക് മറുപടി നൽകുന്നതിനു മുമ്പ് ഒരു നിമിഷം നിൽക്കുകയും ചെയ്യുന്നതാണ്. ആ ചെറിയ നിമിഷത്തിലാണ് നിങ്ങളുടെ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. ശാന്തമായി പ്രതികരിക്കാൻ പഠിക്കുന്നവൻ ഏത് സാഹചര്യത്തിലും ഉറച്ചതും വിശ്വസനീയവുമായ ഒരാളായി തോന്നും. നിങ്ങൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിന്റെ സ്വരം പോലും മാറും. നിങ്ങളുടെ ശരീരഭാവം കൂടുതൽ സ്ഥിരതയുള്ളതാടും. സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും, മുമ്പ് നിങ്ങളെ തളർത്തിയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ അത്രയും ബാധിക്കുന്നില്ലെന്ന്.
ഈ അവസ്ഥയാണ് നിങ്ങളുടെ ഓറ എനർജിയെ ശക്തമാക്കുന്നത്. കാരണം ശാന്തമായ മനസ്സിൽ നിന്നാണ് യഥാർത്ഥ ഊർജം ഉള്ളിലെ വ്യക്തത. ഒരു മനുഷ്യന്റെ ഉള്ളിൽ വ്യക്തതയില്ലെങ്കിൽ അവന്റെ ചിന്തകളും പ്രവൃത്തികളും ഒരേ സമയം പല ദിശകളിലേക്ക് വലിക്കപ്പെടും. അതിന്റെ ഫലമായി അവന്റെ ഊർജം ചിതറിപ്പോകും. എന്തു വേണമെന്ന് വ്യക്തമായി അറിയാത്ത മനസ്സിന് ശാന്തതയുണ്ടാകില്ല. കാരണം ഓരോ തീരുമാനവും സംശയത്തോടെ ആയിരിക്കും. നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രാധാന്യം, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിൽ വ്യക്തത വരുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഊർജം ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നത്. ഈ വ്യക്തത പുറത്തു പറയേണ്ടതില്ല, പക്ഷേ അത് നിങ്ങളുടെ നടക്കലിലും സംസാരത്തിലും നിശബ്ദതയിലും പോലും പ്രകടമാകും. വ്യക്തതയുള്ള ഒരാളുടെ സമീപത്ത് ആളുകൾക്ക് സ്വാഭാവികമായി ഒരു ഉറപ്പും സുരക്ഷിതത്വവും തോന്നും. കാരണം അവൻ അലയുന്നവനല്ല, നിലകൊള്ളുന്നവനാണ്. ഈ വ്യക്തത ഒരേ ദിവസം പിറക്കുന്നതല്ല. ദിവസേന ചിന്തകളെ പരിശോധിക്കുകയും അനാവശ്യമായ ആശങ്കകളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ശീലത്തിലൂടെയാണ് അത് വളരുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പതുക്കെ വിട്ടുനിൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സ്ഥലം വൃത്തിയാകും. ആ വൃത്തിയിലാണ് ശക്തമായ ഊർജം വളരുന്നത്. സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ അധികം സംസാരിക്കാതിരുന്നാലും നിങ്ങളുടെ സാന്നിധ്യം തന്നെ ആളുകൾക്ക് ഒരു ദിശ കാണിക്കുന്നത് പോലെ തോന്നുന്നു. അതാണ് ഉള്ളിലെ വ്യക്തതയുടെ ഇവിടെ പറഞ്ഞ ഈ 9 ഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നാൽ ഓറ എനർജി എന്നത് പുറത്തു കാണിക്കുന്ന അഭിനയമല്ല, മറിച്ച് ഉള്ളിൽ നടക്കുന്ന ശാന്തമായ മാറ്റങ്ങളുടെ ഫലമാണെന്ന് വ്യക്തമായി മനസ്സിലാകും. ശരീരഭാവം മുതൽ നിശബ്ദത വരെയും കണ്ണുകളുടെ ഭാഷ മുതൽ വികാര നിയന്ത്രണം വരെയും ഓരോ ചെറിയ ശീലവും നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ സംരക്ഷിക്കുകയും ശക്തമാക്കുകയും ചെയ്യുന്നവയാണ്. ഈ മാറ്റങ്ങൾ ഒരേ ദിവസം ജീവിതത്തെ മറിച്ചിടില്ല, പക്ഷേ ദിവസേന നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന ചെറിയ ബഹുമാനങ്ങളാണ് കാലക്രമേണ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്.